ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സോയാബീൻ കൊണ്ട് അടിപൊളി ഒരു ഫ്രൈ ഉണ്ടാക്കുകയാണ്. വീട്ടിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കറിയാണ് സോയാബീൻ കൊണ്ട് നമ്മളിവിടെ നല്ലൊരു ഫ്രൈ ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. വെള്ളത്തിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് അതിനുശേഷം ഇതൊന്ന് തിളയ്ക്കാനായി കാത്തിരിക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മുടെ സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 100 ഗ്രാം സോയാബീനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ലതൊന്ന് മിക്സ് ചെയ്യണം. ഇതൊന്ന് അല്പസമയം കൂടി തിളച്ചതിന് ശേഷം നമുക്കിത് ഊറ്റിയെടുക്കണം. ഇതിവിടെ നല്ലതുവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലതുവണ്ണം ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുവണ്ണം അങ്ങോട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചെറിയൊരു ഇഞ്ചിയും 6-7 വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്, അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുവണ്ണം ഇളക്കണം. ഇതെല്ലാം ഈ എണ്ണയിൽ കിടന്ന് നല്ലതുവണ്ണം ഒന്ന് വഴന്നു വരണം. ഇതിലേക്ക് നമുക്കിനി 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം 4 പച്ചമുളക് നീളത്തിൽ കീറിയതാണ്, അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ചെറിയൊരു സവാള നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുത്തേച്ച് നമുക്കിത് നല്ലതുവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയും പച്ചമുളകും ഇതെല്ലാം നല്ലതുവണ്ണം വഴന്നു വരണം. നല്ലതുവണ്ണം നമുക്ക് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇതിവിടെ നല്ലതുവണ്ണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതും വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നല്ലതുവണ്ണം ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ ഇതിൻ്റെ പച്ചമണമൊക്കെ നല്ലതുവണ്ണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് നല്ലതുവണ്ണം ഇളക്കിയെടുക്കാം. നല്ലതുവണ്ണം ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സോയാബീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സോയാബീൻ ഞാനിത് വലിയ സോയാബീനായിരുന്നു, അപ്പോൾ അത് 2ആയിട്ട് മുറിച്ച് അതിൻ്റെ വെള്ളമെല്ലാം നല്ലതുവണ്ണം ഞെക്കിക്കളഞ്ഞതാണ്. ഇത് നല്ലതുവണ്ണം മിക്സ് ചെയ്ത് ഈ മസാലയെല്ലാം നമ്മുടെ സോയാബീൻ നല്ലതുവണ്ണം മിക്സ് ആകണം. നല്ലതുവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. അതിന് ശേഷം നമുക്കിതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം നല്ലതുവണ്ണം ഒന്നുകൂടി വേവിച്ചെടുക്കാൻ. ഓൾറെഡി വെന്തതാണ്. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഈ മസാല എല്ലാം കൂടി സോയാബീനിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നതാണ്. അപ്പം നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ പച്ചപ്പ് പോലെ തോന്നും. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് ഈ നമ്മുടെ മസാലയെല്ലാം സോയാബീൻ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നതാണ്. അല്പസമയം തിളയ്ക്കാനായി മാറ്റി വയ്ക്കുക. നമുക്കിത് തിളച്ചാൽ മാത്രം പോരാ, ഇത് തിളച്ച് ഇത് നല്ലതോണം വറ്റി വരണം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഉപ്പ് ഇട്ടാണ് നമ്മുടെ സോയാബീൻ നമ്മൾ വേവിച്ചെടുത്തത്. പക്ഷെ മസാലയ്ക്ക് നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ലേശം ഉപ്പ് കൂടി ഇട്ട്
നല്ലതുകൊണ്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ നമുക്ക് അല്പസമയം ഇത് വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സോയാബീൻ നല്ലതുവണ്ണം വെള്ളമെല്ലാം പറ്റി നല്ല സൂപ്പറായിട്ട് പറ്റി ഉണ്ട്, അടിപൊളിയായി പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. സോയാബീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലതുവണ്ണം ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കടുകെല്ലാം നല്ലതുവണ്ണം പൊട്ടണം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. നമുക്ക് അതിനുശേഷം ലേശ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുകൊണ്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സോയാബീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുവണ്ണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നമുക്ക് അടിയിൽ പിടിക്കാതെ നല്ലതുവണ്ണം ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ സോയാബീൻ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കരുത്. നമ്മളിനി അടുത്ത വീഡിയോയിൽ കാണാം.